ഈ കഴിഞ്ഞ വാരത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും നല്ല ആഴ്ചപ്പതിപ്പ് എന്ന് പറയാവുന്നത് മലയാളം വാരികയാണ്. കവർ, മലയാളം വാരികയുടെ കവർ രാജ്യത്ത് തന്നെ നടുക്കിയ വയനാട് ദുരന്തത്തിൻ്റെ ചിത്രമാണ്. കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ മരണം മലയിറങ്ങിയ സമയം, എല്ലാം സമയമാണല്ലോ. ആ സമയത്തെക്കുറിച്ചുള്ള ആ ദുരന്തത്തിൻ്റെ രാത്രിയിലെ വരവ് അറിയിച്ച ആ സമയം, എല്ലാം നിശ്ചയിക്കുന്നത് സമയമാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി പറയുന്നു. ഈ കവർ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ദിരാഗാന്ധി, പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ദിവസമാണ്. ആ ദിവസം അന്ന് മലയാളത്തിലും അതുപോലെ ഇംഗ്ലീഷിലും ഇറങ്ങിയ പത്രങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായ പത്രം കേരളകൗമുദിയായിരുന്നു. അന്ന് കോഴിക്കോട് ന്യൂസ് എഡിറ്ററായിരുന്ന പി ജെ മാത്യു സാർ എൻ്റെ ന്യൂസ് എഡിറ്ററായിരുന്നു. അദ്ദേഹം അന്ന് കേരളകൗമുദി രൂപകൽപ്പന ചെയ്തത് 1-ാം പേജ് കേരളകൗമുദി എന്ന ടൈറ്റിൽ ഇതുപോലെ കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ കേരളകൗമുദി എന്ന ടൈറ്റിൽ താഴ്ത്തി പത്രത്തിൻ്റെ നടുവിലേക്ക് വെച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ബാനർ ഹെഡ് താഴ്ത്തുക എന്ന് പറയുന്നത് പലപ്പോഴും പത്രങ്ങൾക്കും വാരികകൾക്കും ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഈ ഷോപ്പുകളിലും മറ്റും ഇവയുടെ കച്ചവടം നടക്കണമെങ്കിൽ തലക്കെട്ട് നമ്മുടെ ബാനർ ഹെഡ് പ്രദർശിപ്പിക്കുന്ന തരത്തിൽ വേണം, ഏറ്റവും മുകളിൽ തന്നെ വയ്ക്കണം എന്നാണ്. അപ്പോൾ ആ കച്ചവട കണ്ണില്ലാതെ ഈ മലയാളം എന്ന ബാനർ ഹെഡ് കൂടി താഴ്ത്തിയിരുന്നെങ്കിൽ വളരെ നന്നാവുമായിരുന്നു മലയാളം വാരിക. അപ്പോൾ മലയാളം വാരികയിൽ ഈ ദുരന്തമില്ലായിരുന്നെങ്കിൽ കവർ സ്റ്റോറിയായി വരേണ്ട 2 സ്റ്റോറികൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ ഇത്തവണ എഴുതിയിട്ടുണ്ട്. പ്രശസ്ത പാട്ടുകെഴുത്തുകാരനായ രവി മേനോൻ എഴുതിയ മറ്റെന്തോ കിട്ടുവാൻ കാത്തുനിന്നു. രവി മേനോൻ എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പാണ്. അതുപോലെ തന്നെ പ്രേംചന്ദിൻ്റെ വെള്ളിത്തിര ജീവിതം, നമ്മുടെ വെള്ളിത്തിരയെക്കുറിച്ച് പ്രേംചന്ദ് ആരംഭിച്ചിരിക്കുന്ന ലേഖന പരമ്പര, ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഈ ലക്കം കവറിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ഈ ദുരന്തം വന്നത് കാരണം അവ രണ്ടും ഉൾപേജുകളിലേക്ക് പോയി. എൻ്റെ മറ്റൊരു സുഹൃത്തു കൂടി ഒരു പ്രധാനപ്പെട്ട ലേഖനം എഴുതിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ എന്നോടൊപ്പം കോളേജ് യൂണിയനിലുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ജി സുഗുണൻ എഴുതിയ നിലപാടിലെ അവ്യക്തതയും ഇടതുപക്ഷത്തിൻ്റെ പരാജയവും, ജി സുഗുണൻ എഴുതിയ ലേഖനം. സാധാരണ ഒരു CPM നേതാവിന് എടുക്കാൻ കഴിയാത്ത ഒരു നിലപാടാണ് ഈ ലേഖനത്തിൽ സുഗുണൻ പറയുന്നത്. ഈ 3 ലേഖനങ്ങളും നമുക്ക് ഒന്ന് പരിശോധിക്കാം. മറ്റെന്തോ കിട്ടുവാൻ കാത്തുനിന്നു, രവി മേനോൻ്റെ ലേഖനം. പിന്നീട് ഒരു തവണ കൂടിയേ വിളി വന്നുള്ളൂ. സംസാരത്തിൽ പഴയ ഉന്മേഷവും നർമ്മബോധവുമില്ല. ഓർമ്മയുടെ കണ്ണികൾ ഇടയ്ക്കിടെ മുറിഞ്ഞതുപോലെ. പട്ടുറുമാലിനെ കുറിച്ചൊരു പാട്ടുണ്ടല്ലോ, നല്ലൊരു പാട്ട്, യേശുദാസ് പാടിയതാണെന്ന് തോന്നുന്നു. തുടക്കം എത്ര ആലോചിച്ചിട്ടും കിട്ടണില്ല. ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഭാർഗവി നിലയത്തിലെ വിഖ്യാതമായ താമസമെന്തേ വരുവാൻ എന്ന പാട്ട് പോലും ആ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയിരുന്നു എന്ന സത്യം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത് ആ നിമിഷമാണ് രവി മേനോൻ. അപ്പോൾ തൻ്റെ വായനക്കാരനായ, എപ്പോഴും പാട്ടുകളെക്കുറിച്ച് സംസാരിച്ചിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചാണ് രവി ഓർക്കുന്നത്. കാരണം എപ്പോൾ വിളിക്കുമ്പോഴും ഓർമ്മകൾ പോലും നഷ്ടപ്പെടുന്നവർക്ക് പാട്ടിലൂടെ, സംഗീതത്തിലൂടെ അവയെല്ലാം തിരിച്ചു പിടിക്കാനാവും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വായനക്കാരനാണ് ഒടുവിൽ ആ പാട്ടുകൾ പോലും മറന്നുപോയ അവസ്ഥയിൽ യാത്രയാവുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് രവി പങ്കുവയ്ക്കുന്നത്. മാതൃഭൂമിയുടെ എഡിറ്റർമാരിൽ ഒരാളായിരുന്നു പ്രേംചന്ദ്.
രവി മേനോനും പ്രേംചന്ദും ഞാനും ഒരേ കാലത്തിലാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പത്രപ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ പ്രേംചന്ദ് അടുത്ത കാലത്ത് ജോണിനെ കുറിച്ചുള്ള പ്രേംചന്ദിൻ്റെ സിനിമ, ജോൺ അബ്രഹാമിനെ കുറിച്ച് അദ്ദേഹം പുറത്തിറക്കിയ സിനിമ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഓർമ്മയിലെ കൊട്ടകൾ എന്ന് പറഞ്ഞ്, അതായത് ഈ നമ്മുടെ ചലച്ചിത്ര ലോകത്തെക്കുറിച്ചുള്ള, വെള്ളിത്തിരയിലെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, ആദ്യകാല മലയാള സിനിമ മുതൽ ഇങ്ങോട്ടുള്ള ഓർമ്മകളാണ് അദ്ദേഹം എഴുതി തുടങ്ങിയിരിക്കുന്നത്. മലയാളം മേഖലയ്ക്ക് യഥാർത്ഥത്തിൽ ഇത് വളരെ ഒരു ഗുണം ചെയ്യുന്ന ഒരു ലേഖന പരമ്പരയാണ്. ഓർമ്മയിലെ കൊട്ടകൾ എന്നാണ് ഈ ലക്കത്തിലെ പരമ്പര. ഓർമ്മയുടെ കൊട്ടകയിൽ സിനിമകൾ കളിച്ചു തീരുന്നതേയില്ല. കളിച്ചവ തന്നെ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അർത്ഥങ്ങൾ മാറിമറയുന്നു. അത് ചിത്രത്തോടൊപ്പം വളരുന്നു. തിരശ്ശീല വീണാലും അവസാനിക്കാത്ത പ്രളയം പോലെ പിടിച്ചു കയറുമ്പോൾ അതിൽ ചിതയിൽ വയ്ക്കാൻ എന്തുണ്ട് എന്ന് ചികയുകയാണ് ഇവിടെ. അതാണ് ഈ മെമ്മറി ടോക്കീസ്, ഓർമ്മ കൊട്ടക. നമ്മുടെ എല്ലാം ബാല്യകാലത്ത് നാട്ടുമ്പുറങ്ങളിൽ ഉണ്ടായിരുന്ന ആ തിയേറ്ററുകൾ നമ്മുടെ എല്ലാം ഓർമ്മകളിലുണ്ടാവും. കാരണം ഏത് ഗ്രാമം എടുത്താലും ആ ഗ്രാമത്തിൽ ഒരു എന്താ പറയുക, താൽക്കാലിക ഓല കൊട്ടകയോ അല്ലെങ്കിൽ കൂടുതൽ നല്ല തിയേറ്ററുകളോ പട്ടണങ്ങളിൽ, നഗരപ്രദേശങ്ങളിൽ, നമ്മുടെ സിറ്റികളിലെത്തുമ്പോൾ വലിയ വിപുലമായ തിയേറ്ററുകളാവും. അങ്ങനെ ഓരോ ഗ്രാമത്തിൻ്റെയും നഗരത്തിൻ്റെയും പട്ടണങ്ങളുടെയും എല്ലാം ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് സിനിമ കൊട്ടകൾ, തിയേറ്ററുകൾ. പക്ഷേ ആ തിയേറ്ററുകൾ പലതും ഇന്ന് വിസ്മൃതിയിൽ ആണ്ടുപോയിരിക്കുന്നു. അങ്ങനെയുള്ള വിസ്മൃതിയിൽ ആണ്ടുപോയ തിയേറ്ററുകളെക്കുറിച്ചാണ് ഈ ലക്കത്തിൽ ഓർക്കുന്നത്. ആദ്യകാല ചലച്ചിത്രങ്ങൾ കണ്ട ഓർമ്മ, അതും ഇതിൽ പങ്കുവയ്ക്കുന്നു. കോഴിക്കോട് ഗീത ടാക്കീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗീത ടാക്കീസ്, ഇന്ന് ആ ഗീത ടാക്കീസ് ഇല്ല. അപ്പോൾ ഒരേ സമയം തിയേറ്ററുകളെക്കുറിച്ചും ആ കാലത്തെ സിനിമകളെക്കുറിച്ചും ചലച്ചിത്ര താരങ്ങളെക്കുറിച്ചും സംവിധായകന്മാരെക്കുറിച്ചുമുള്ള ഈ പരമ്പര എന്തായാലും മലയാള ചലച്ചിത്രത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഒരു അന്വേഷണം തന്നെയാണ്. പ്രേംചന്ദ് അഭിനന്ദനം അർഹിക്കുന്നു. അദ്ദേഹം ചിത്രഭൂമിയുടെ എഡിറ്ററായിരുന്ന കാലത്ത് നമ്മുടെ മലയാള സിനിമാ ലോകവുമായി അദ്ദേഹത്തിന് ഏറെ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ ബലത്തിലാണ് അദ്ദേഹം ഈ ഒരു പരമ്പര ആരംഭിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ആറ്റിങ്ങൽ ജി സുഗുണൻ അദ്ദേഹം എഴുതിയിരിക്കുന്ന നിലപാടിലെ അവ്യക്തതയും ഇടതുപക്ഷത്തിൻ്റെ പരാജയവും. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിയെ വളരെ നിഷ്പക്ഷമായി വിലയിരുത്തുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, തെറ്റ് തിരുത്തുകയാണെങ്കിൽ അത് തുടങ്ങേണ്ടത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നാണ്. കേന്ദ്ര കമ്മിറ്റി ആവണം തെറ്റ് ആദ്യം തിരുത്തേണ്ടത്. കാരണം ഇന്ത്യ മുന്നണി രൂപീകരിക്കുകയും BJPക്കെതിരെ ഒറ്റ ശക്തിയായി നിലപാടെടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന്, അതിൻ്റെ പ്രധാന കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ CPM തീരുമാനിച്ചു. ആ CPMൻ്റെ ആ PBയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും തീരുമാനം തെറ്റായിരുന്നു. കാരണം ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ആ കമ്മിറ്റിയിൽ നിന്ന് വേറിട്ട് നിന്നു? ആ തെറ്റാണ് ആദ്യം തിരുത്തേണ്ടത് എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കൂടെയായ CPM നേതാവ് അഡ്വക്കേറ്റ് ജി സുഗുണൻ പറയുകയാണ്. ജി സുഗുണനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് 2 കൊല്ലത്തോളം ജയിലിൽ കിടക്കുകയും ജയിലിൽ കിടന്നുകൊണ്ട് പരീക്ഷ എഴുതി പാസ്സാവുകയും ചെയ്ത ആളാണ്. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ടാണ് പ്രീ ഡിഗ്രി പരീക്ഷ എഴുതിയത്. അത് കഴിഞ്ഞ് അദ്ദേഹം DYFIയുടെ ആദ്യ രൂപമായ KSYFൻ്റെ നേതാവായിരുന്ന അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ എത്തുകയും സീനിയറായിരുന്ന അദ്ദേഹം ഞങ്ങളോടൊപ്പം ഡിഗ്രിക്ക് പഠിക്കുകയും ഞാൻ ചെയർമാനായിരുന്ന യൂണിയനിൽ അംഗമാകുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ജി സുഗുണൻ MV രാഘവനോടൊപ്പം CMBയിലേക്ക് പോയിരുന്നില്ലെങ്കിൽ ഇന്ന് എന്താ പറയുക, പിണറായി അടക്കമുള്ള നേതാക്കൾക്ക് തുല്യമായ പരിഗണന
CPM-ൽ ലഭിക്കേണ്ട ഒരാളായിരുന്നു. MVRൻ്റെ മരണശേഷമാണ് സുഗുണൻ വീണ്ടും CPM-ലേക്ക് മടങ്ങിയെത്തിയത്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്. എന്തായാലും തുറന്നു പറയാനുള്ള ഒരു ചങ്കൂറ്റം തന്നെയാണ് ജി സുഗുണൻ കാണിച്ചിരിക്കുന്നത്. CPM-ലെ ഒരു നേതാവും PB അംഗങ്ങൾ പോലും പറയാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. താഴെത്തട്ടിലുള്ള സഖാക്കളെ അല്ല തിരുത്തേണ്ടത്, സംസ്ഥാന കമ്മിറ്റിയെ അല്ല തിരുത്തേണ്ടത്, തിരുത്തൽ ആരംഭിക്കേണ്ടത് PBയിലും കേന്ദ്ര കമ്മിറ്റിയിലും നിന്നാണ്. അത് വളരെ വായിക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ ലേഖനമാണ്. സാഹിത്യ വിമർശനം തൃശ്ശൂരിൽ നിന്നും പുറത്തിറങ്ങുന്ന 3 മാസത്തിൽ ഇറങ്ങുന്ന ത്രൈമാസികയാണ്. ഈ ത്രൈമാസിക ഇറക്കുന്നത് പത്രാധിപർ CK അനന്തൻ പിള്ളയാണ്. എഡിറ്റർ CK അനന്തൻ പിള്ള. അദ്ദേഹത്തെ നമ്മുടെ മലയാള സാഹിത്യം ആദരിക്കേണ്ടതാണ്. കാരണം വർഷങ്ങളായി ഒരു ഒറ്റയാൾ പട്ടാളം പോലെ ഈ സാഹിത്യ വിമർശം എന്ന ത്രൈമാസികം പുറത്തിറക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിൽ പവർ കൊണ്ട് മാത്രമാണ്. ഒരു പ്രസിദ്ധീകരണം നിലനിർത്താനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയുമല്ലോ. ഒരിക്കൽ പോലും മുടങ്ങാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇത്തവണ നമ്മുടെ സാഹിത്യ അക്കാദമി പ്രസിഡന്റിനെയും, അതായത് നെറുകെട്ട വിധിയും വിലകെട്ട രാജിയും എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. അതായത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗത്വം രാജിവെച്ച ശ്രീ രാധാകൃഷ്ണനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതുപോലെ നമ്മുടെ സച്ചിദാനന്ദനും മറ്റും അടക്കമുള്ളവർ സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും വീതിച്ചു കൊടുക്കുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എഡിറ്റോറിയൽ പറയുന്ന 1-2 കാര്യങ്ങൾ ദേവിനെയും മുണ്ടശ്ശേരിയെയും അഴീക്കോടിനെയും CP ശ്രീധരനെയും പോലെ അധമ രാഷ്ട്രീയക്കാരുടെ അധികാര ഗർവിനെതിരെ ആഞ്ഞടിക്കാൻ കെൽപ്പുള്ളവരുടെ കാലം കഴിഞ്ഞു. സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അപ്രമാദിത്വത്തിന് മുകളിൽ കൈവയ്ക്കാൻ ശ്രമിച്ച കരുത്തനായ സഹകരണ മന്ത്രിയോട് പരസ്യമായി കയർത്ത CP ശ്രീധരൻ ഇന്നും വിസ്മൃതമായിട്ടില്ല. സുകുമാർ അഴീക്കോടിനെ വീട്ടിൽ വരുത്തി ക്ഷമ പറയിക്കാൻ കെൽപ്പുണ്ടായ തൂലികയുടെ ഉടമസ്ഥൻ KP അപ്പൻ ഇന്നും അർത്ഥഗർഭമായ ചിരിയോടെ മുന്നിൽ നിൽക്കുന്നു. ജാടകളില്ലാത്ത പ്രഗത്ഭനും പ്രശസ്തനുമായ എഴുത്തുകാരൻ ശ്രീമാൻ C രാധാകൃഷ്ണൻ അവർകളെ എന്നോ താങ്കൾ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനാകേണ്ടതായിരുന്നില്ലേ? വത്സലയ്ക്കും വൈശാഖനും പെരുമ്പടം ശ്രീധരനും മറ്റും മുന്നേ തന്നെ അതുണ്ടായില്ല. ഇനിയെങ്കിലും അതിനൊരവസരം കാലം കാത്തുവയ്ക്കട്ടെ. അങ്ങനെ വളരെ പ്രസക്തമായ ഒരു എഡിറ്റോറിയലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മുഖം നോക്കാതെ ഏത് സാഹിത്യകാരനെയും വിമർശിക്കാനും ഉള്ള ചങ്കൂറ്റം കാണിക്കുന്ന ഈ പത്രാധിപർ അദ്ദേഹത്തിൻ്റെ ഈ ഒറ്റയാൾ പോരാട്ടത്തിന് എല്ലാ ഭാവുകങ്ങളും. പച്ചക്കുതിര DC രവി എഡിറ്ററായിട്ടുള്ള പച്ചക്കുതിര സാഹിത്യകാരന്മാർക്ക് അവരുടെ ലേഖനങ്ങളും കഥയും കവിതയും എല്ലാം പുറത്തു വരാനുള്ള മറ്റൊരു വേദിയാണ്. ഇത്തവണ ചരിത്രത്തിൻ്റെ ജീവചരിത്രങ്ങൾ, ദേശീയവും പ്രാദേശികവുമായ ചരിത്രങ്ങളുടെ ചില ജീവചരിത്രങ്ങൾ RK ബിജുരാജ്, PS നവാസ്, ഡോക്ടർ സക്കറിയ തങ്ങൾ, KM സലിംകുമാർ, ജോർജ് അലക്സാണ്ടർ, ഡോക്ടർ V നാരായണൻ ഭട്ടതിരി, ജോർജ് ജോസഫ് K, പ്രദീപ് പേരശന്നൂർ, ഷീജ വിവേകാനന്ദൻ എന്നിവരുടെ ലേഖനങ്ങളാണുള്ളത്. കാമായനം B ശനിലാലിൻ്റെ കഥയും ഉണ്ട്. അങ്ങനെ പച്ചക്കുതിര നമ്മുടെ സാഹിത്യ വിദ്യാർത്ഥികൾക്കും സാഹിത്യകാരന്മാർക്കും പ്രയോജനകരമായ ഒരു പ്രസിദ്ധീകരണം. കലാകൗമുദി മണ്ണിടിഞ്ഞത് 6 കിലോമീറ്റർ പ്രദേശം. വയനാട് ദുരന്തത്തിൽ 6 കിലോമീറ്റർ പ്രദേശമാണ് വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ഒലിച്ചു പോയത്. അതോടൊപ്പം മനുഷ്യജീവനുകളും. സൗന്ദര്യത്തിൻ്റെയും കാലാവസ്ഥയുടെയും പേരിൽ സ്വർഗതുല്യമായി കണക്കാക്കപ്പെട്ടിരുന്ന പ്രദേശമാണ് മഹാദുരന്തത്തിന് അടിപ്പെട്ടത്. മറഞ്ഞത് 6 കിലോമീറ്റർ പ്രദേശം. MB മീര വയനാട്ടിൽ നിന്ന് എഴുതിയ റിപ്പോർട്ടാണ്. ഒട്ടേറെ ചിത്രങ്ങളും കലാകൗമുദി
കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ സബീഷ് പുതുപ്പാടി പക തീർത്ത ജലബോംബ് എന്ന തലക്കെട്ടിൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് സബീഷ് പുതുപ്പാടി എഴുതിയിട്ടുണ്ട്. ഡോക്ടർ എൻ സുന്ദരേശൻ വൻ ആരോഗ്യ ഭീഷണിയായി കാലാവസ്ഥാ മാറ്റം. വാദിയും പ്രതിയും ന്യായാധിപനും ഒരേ ഒരാളായിരിക്കെ മാത്രമേ അന്യൂനമായ നീതി നടപ്പിലാകൂ. എൻ്റെ ചെറിയ അറിവിൽ ഒരു മതവും വിശ്വാസവും ഇതിനെതിരല്ല. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുൻവാക്ക് തുടരുന്നത്. അദ്ദേഹം അവസാനിപ്പിക്കുന്നത്, ഞാൻ വേറെയാണ്, എൻ്റെ ലക്ഷ്യം എൻ്റെ സുഖം മാത്രമാണ്, എൻ്റെ സഹോദരൻ്റെ ചോരയ്ക്ക് ഞാൻ കാവൽക്കാരനല്ല എന്ന മനോഭാവം ആദ്യ പാപം. അതോടെ സ്വർഗരാജ്യത്തു നിന്നും പുറത്തായ എനിക്ക് അവിടെ തിരിച്ചു ചെല്ലാൻ ഒരു പ്രയാസവും വാസ്തവത്തിലില്ല. സ്വയം തിരഞ്ഞെടുക്കുന്നതല്ലേ, അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ലല്ലോ സ്വർഗരാജ്യത്തിൽ ഒരു കാര്യവും, സ്വാതന്ത്ര്യം ഉൾപ്പെടെ. അങ്ങനെയാണ് ശ്രീരാധാകൃഷ്ണന്റെ മുൻവാക്ക്. എഡിറ്റോറിയൽ ആർക്ക് കിട്ടി സ്വാതന്ത്ര്യമെന്നാണ്. എഡിറ്റോറിയലിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ് പത്രാധിപർ അവസാനിപ്പിക്കുന്നത്. ദളിത് വിദ്യാർത്ഥികൾ നേരിടുന്ന വിദ്യാഭ്യാസ പ്രതിസന്ധിയെക്കുറിച്ച് എഴുതുന്ന ഷാജു വി ജോസഫ് നമ്മൾ കൊണ്ടു നടന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പൊള്ളയായ ഉള്ളു കാണാൻ സഹായിക്കുന്നു. അടിസ്ഥാന ജനവിഭാഗത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ ഗ്രാൻറ്റുകൾ കൃത്യമായി ലഭിക്കുവാനും അവരുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയും തെരുവിലേക്ക് സമരവുമായി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ. കൊടിമരച്ചുവട്ടിൽ നിന്ന് സ്വാതന്ത്ര്യ നേട്ടങ്ങളെക്കുറിച്ച് വാചാലരാകുന്നവരോട് തെരുവിൽ നിന്നുയരുന്ന നെഞ്ചേറി ഒരു ചോദ്യം, ആർക്ക് കിട്ടി സ്വാതന്ത്ര്യം? ഇതൊക്കെയാണ് എഴുത്ത് ഈ ലക്കം. പ്രസാധകൻ പതുപോലെ മാസത്തിൽ ഇറങ്ങുന്ന പ്രസിദ്ധീകരണമാണ്. ഇക്കുറിയും വളരെ വിഭവസമർത്ഥമായ ലക്കമാണ്. ഒരു യാത്രികന്റെ രാഷ്ട്രീയ അന്വേഷണങ്ങൾ. KR അജയനുമായി പ്രദീപ് പനങ്ങാട് നടത്തിയ അഭിമുഖമാണ്. പിന്നെ ബൈഡൻ പടിയിറങ്ങിയാൽ അമേരിക്കയുടെ ഭാവി, ഡോക്ടർ ജോസഫ് ആന്റണി. ദൈവത്തിൻ്റെ മാത്രം നാട്, വി നടരാജൻ. എത്ര വിസ്മയം ഈ ജീവിതം, മുരളി. കഥ നാരായണൻ അമ്പലത്തറ, JR ആനി. കവിത L തോമസ് കുട്ടി, മാധവൻ പുറച്ചേരി, മീര ബെൻ, സുറാബ്, ദിവാകരൻ വിഷ്ണുമംഗലം, വിദ്യ പൂവഞ്ചേരി. പ്രസാധകൻ യഥാർത്ഥത്തിൽ ഓരോ ലക്കവും വളരെ മനോഹരമായിട്ടാണ് പുറത്തിറങ്ങുന്നത്. കാരണം അതിൻ്റെ ലേഔട്ടും വരിയും എല്ലാം തന്നെ വളരെ ശ്രദ്ധേയമാണ്. മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ L തോമസ് കുട്ടിയുടെ മലിനം എന്ന് പറയുന്ന കവിത, ആ കവിതയ്ക്ക് വരച്ചിരിക്കുന്ന ചിത്രം സാജോ പനയങ്കോടാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. നല്ല വിലയേറിയ പേപ്പറിൽ മനോഹരമായ ഫോട്ടോകളും ചിത്രങ്ങളുമായി ഇറങ്ങുന്ന പ്രസാധകൻ വാങ്ങുന്നവർക്ക് നഷ്ടമില്ലാത്ത ഒരു പ്രസിദ്ധീകരണമാണ്. കാരണം വായിക്കാൻ ഏറെ വിഭവങ്ങൾ, കാണാൻ വളരെ മനോഹരം. ദൈവത്തിൻ്റെ മാത്രം നാട്, ആ പേരിലൂടെ ഒരു ചരിത്ര അന്വേഷണം. വി നടരാജൻ നടത്തുന്ന വളരെ വ്യത്യസ്തമായ ഒരു അന്വേഷണമാണ്. കാരണം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ആ പ്രയോഗം എങ്ങനെയുണ്ടായി, അത് ആരാണ് അതിൻ്റെ ഉപജ്ഞാതാവ്, കൂലിക്ക് എഴുത്തുകാർ ഉണ്ടാക്കിയ ഒരു പ്രയോഗം മാത്രമാണോ അത് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗുമായി ബന്ധപ്പെടുത്തിയാണ് ആ ലേഖനം ആരംഭിക്കുന്നത്. വളരെ കൗതുകകരമായ 2019 മാർച്ചിലിറങ്ങിയ ലൂസിഫർ എന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചത് മുരളി ഗോപിയാണ്. സിനിമയുടെ പരിസമാപ്തിയിൽ ഒരു വോയിസ് ഓവർ നൽകിയിട്ടുണ്ട്. ആ വാചകത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന സഖ്യന് പടിഞ്ഞാറുള്ള ഈ ഇട്ടവട്ടത്തെ ആദ്യമായി ആ പേരിട്ട് വിളിച്ചത് ഏതോ പരസ്യ കമ്പനിയിലെ കൂലി എഴുത്തുകാരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴീ നാട് വിശ്വസിക്കുന്നു പൗരാണിക കാലം തൊട്ട് ഇതായിരുന്നു ഇതിൻ്റെ പേരെന്ന്. പക്ഷേ ഈ നാടും നാട്ടുകാരും അറിയുന്നില്ല ഇത്രയും കാലം ഇവരെ കാത്തത് ദൈവമായിരുന്നില്ല എന്ന കാര്യം. സാമാന്യം നന്നായി ഓടുകയും 5 വർഷം മുമ്പ് 128 കോടി രൂപ ബോക്സ് ഓഫീസ് അനായാസം ലഭിക്കുകയും ചെയ്ത ഒരു ചിത്രമാണിത്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകുന്ന ഉദ്യോഗത്തിനിടയിലാണ് മോഹൻലാലിൻ്റെ കനത്തതും
നിയന്ത്രിതവുമായ ശബ്ദത്തിൽ ഈ വാചകം പ്രേക്ഷകരിലേക്ക് എത്തിയത്. മനോഹരമായ ഒരു പൂർത്തീകരണ വാചകത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ടാഗ് ലൈൻ നാം ആ സിനിമയിൽ കേട്ടത്. ഓരോ മലയാളി പ്രേക്ഷകനും വളരെ പെട്ടെന്ന് താതാത്മ്യം പ്രാപിക്കാൻ തക്ക കരുത്തുള്ള ഒന്നാണ് അതിമനോഹരമായ ആ വാചകം. ഈ ഇത്തരം ക്യാച്ച് വേർഡുകൾ കൂലി എഴുത്തുകാരാണ് അതിൻ്റെ പിന്നിൽ എന്ന ഒരു ധ്വനി ഇതിനുണ്ടെന്നും മുരളി ഗോപി അത് തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് ഈ ക്യാച്ച് വേർഡിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ക്യാച്ച് വേർഡിൻ്റെ ഉപജ്ഞാതാക്കൾ അദ്ദേഹവുമായി ബന്ധപ്പെടുകയും മറ്റും ചെയ്തിരുന്നു. അപ്പോൾ ഒരിക്കലും ഇത്തരം ക്യാച്ച് വേർഡുകൾ കൂലി എഴുത്തല്ല, അതിൻ്റെ മലയാള പരിഭാഷയിൽ വന്ന തകരാറാണ്, വിവർത്തനം എന്ന കലയിൽ വന്ന പിശകാണ് ഇത് എന്ന മട്ടിൽ ഇതിൻ്റെ പൊരുൾ തേടി ദൈവത്തിൻ്റെ മാത്രം സ്വന്തം നാട് എന്ന പ്രയോഗത്തിൽ തുടങ്ങി അതിൻ്റെ പൊരുൾ തേടിയുള്ള ഒരു അന്വേഷണമാണ് ഈ ലേഖനം. വളരെ നാം അശ്രദ്ധമായി തള്ളിക്കളയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ നല്ല ഒരു അന്വേഷണം ആണ് ഈ ലേഖനത്തിലൂടെ പുറത്തു വരും. നേരത്തെ പറഞ്ഞ പ്രദീപ് പനങ്ങാടിൻ്റെ യാത്രികൻ്റെ രാഷ്ട്രീയ അന്വേഷണങ്ങൾ, മീര ബെന്നിൻ്റെ കവിത എല്ലാം വളരെ കളർഫുള്ളായി തന്നെ. അതുപോലെ മാധ്യമം ഈ ലക്കം എടുത്തു പറയത്തക്ക ഒന്നായി തോന്നുന്നില്ല. ശ്രദ്ധേയമായ ഒരു ലേഖനമുള്ളത് തമിഴകത്തെ ശശികല രാഷ്ട്രീയത്തെക്കുറിച്ച് മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ PK ശ്രീനിവാസൻ്റെ അപഗ്രഥനമാണ്. അത് വളരെ ശ്രദ്ധേയമാണ്. അക്ഷിതയുടെ കഥ, ധന്യ MD, അജീഷ് ദാസ്, യൂസഫ് നടുവണ്ണൂർ, അഖിൽ പുതുശ്ശേരി, അജിത MK എന്നിവരുടെ കവിതകൾ. പിന്നെ ഈ കാലത്ത് രോഗത്തിൻ്റെ പിടിയിൽ കേരളം അമരുമ്പോൾ കേരളവും രോഗവും ദുരന്തവും നമ്മൾ പരാജയപ്പെട്ടോ, ഡോക്ടർ ജയകൃഷ്ണൻ്റെ ലേഖനം, അത് വളരെ പ്രസക്തമാണ്. പിന്നെ ചരിത്രവും ഇതിഹാസവും വഴിമാറട്ടെ, കേൾക്കൂ, ബ്രാഹ്മണ്യ വിമർശനത്തിൻ്റെ കാതലുള്ള കീഴാള ചരിത്ര ശബ്ദങ്ങൾ, ഡോക്ടർ TS ശ്യാംകുമാർ, വിനിൽ പോൾ. ഇത്രയുമാണ്. ഇതിൽ നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടത് PK ശ്രീനിവാസൻ്റെ ലേഖനം തന്നെയാണ്. കാരണം തമിഴക രാഷ്ട്രീയം മാറിമറിയുന്ന ഈ കാലത്ത് എന്താണ് PK ശ്രീനിവാസൻ പറയുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. PK ശ്രീനിവാസൻ്റെ ശൂന്യതയിൽ നിന്നുയരുന്ന മോഹപക്ഷികൾ. PK ശ്രീനിവാസൻ, തമിഴ്നാട്ടിലെ പ്രതിപക്ഷം കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ പ്രതിപക്ഷത്തെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. VK ശശികല പുതിയ നീക്കങ്ങൾ നടത്തുകയാണിപ്പോൾ. അത് വിജയിക്കുമോ? എന്താണ് ശശികലയുടെയും മുന്നണിയുടെയും സാധ്യതകൾ? ചെന്നൈയിൽ ദീർഘകാലമായി കഴിയുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനായ ലേഖകൻ്റെ വിശകലനവും നിരീക്ഷണവും. എന്തായാലും ശശികലയുടെ ഒരു തിരിച്ചുവരവ് തമിഴകത്തെ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന പരിശോധനയാണ്. ജയലളിതയുടെ നിഴലായിരുന്ന ശശികല, ഒരിടവേളയ്ക്ക് ശേഷം ശശികല രാഷ്ട്രീയ രംഗത്ത് സജീവമാകുമോ? ജയലളിതയുടെ ഭരണം അഴിമതിയുടെ മഹാഗർത്തത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ശശികലയുടേതായിരുന്നു. തമിഴകത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം വ്യക്തിഗത അഴിമതി നടന്നിട്ടുള്ള ഒരു കാലമുണ്ടായിട്ടില്ല എന്ന് സാമ്പത്തിക നിരീക്ഷകർ വിലയിരുത്തുന്നു. ശശികലയുടെ കുതന്ത്രങ്ങൾ വ്യക്തമായത് പുരട്ചി തലൈവി ജയലളിത അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ടതോടെയാണ്. 1991 ജയലളിത മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നു. അതോടെ ശശികലയുടെ ശുക്രദശ തെളിഞ്ഞു. അങ്ങനെ ശശികലയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള പുനഃപ്രവേശനത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് PK ശ്രീനിവാസൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ സാഹചര്യത്തിൽ തമിഴകത്തിൻ്റെ ശക്തി MK സ്റ്റാലിനാണ്. ഭരണവിരുദ്ധ വികാരമൊന്നും ഇന്ന് സംസ്ഥാനത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യം 39 സീറ്റും കൈക്കലാക്കിയത്. ശശികലയുടെ ലക്ഷ്യം 26 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പ്രതിപക്ഷ കക്ഷികളെ ഏകോപിപ്പിക്കുവാൻ ഇന്നത്തെ നിലയിൽ അവർക്ക് കഴിയുമോ? അതിന് കാരണം DMKയുടെയും ഘടകകക്ഷികളുടെ അതിശക്തമായ മുന്നേറ്റവും BJPയുടെ മോഹത്തിലുണ്ടായ വിള്ളലുകളുമാണ്. ശശികലയുടെ ഉള്ളിൽ
BJPയുടെ പ്രേതം ഒരു കാളിയാനെ പോലെ ചുറ്റിവലഞ്ഞു കിടക്കുകയാണ്. മോദിയുടെയും അമിത്ഷായുടെയും അനുഗ്രഹം നേരത്തെ കിട്ടിയ ശശികലയുടെ രാഷ്ട്രീയ പ്രതീക്ഷ അലയടിച്ച് ഉയരുന്നതിൽ അത്ഭുതമില്ല. ഇങ്ങനെയാണ് ആ ലേഖനം അവസാനിപ്പിച്ചിരിക്കുന്നത്. മാധ്യമം പ്രധാന ലേഖനമായി കൊടുത്തിരിക്കുന്നത് ഡോക്ടർ TS ശ്യാംകുമാറുമായി വിനിൽ പോൾ നടത്തിയ അഭിമുഖമാണ്. വിനിൽ പോളുമായി രൂപേഷ് കുമാർ നടത്തിയ അഭിമുഖവുമുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം മാത്രം മതി ആ ലേഖനത്തിൻ്റെ ഒരു മേന്മ ഇല്ലാതാക്കാൻ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ജാതി അറിയണമെങ്കിൽ സ്റ്റാഫ് റൂമിൽ പോയി നോക്കണം എന്ന മട്ടിലാണ് പറയുന്നത്. ഇതുതന്നെ അഭിമുഖത്തിൻ്റെയും അവരുടെ കണ്ടെത്തലിൻ്റെയും മാറ്റ് കുറയ്ക്കുന്ന ഒരു പരാമർശമാണ്. അതുതന്നെയാണ് ഹൈലൈറ്റായി നൽകിയിരിക്കുന്നത്. മാതൃഭൂമി വീക്കിലി MN വിജയനെ കുറിച്ചുള്ള കൽപ്പറ്റ നാരായണൻ, സുനിൽ P ഇളയിടം, പിന്നെ MN വിജയൻ്റെ മകൾ VS സുജാത എന്നിവരുടെ ഓർമ്മക്കുറിപ്പുകൾ ആണ് മാതൃഭൂമിയുടെ കവർ ചിത്രം. പ്രൊഫസർ MN വിജയൻ്റെ കവർ ചിത്രവും. അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കിയാലും ആ ചോദ്യങ്ങൾ അവശേഷിക്കും എന്ന MN വിജയൻ്റെ കാലത്തെ അതിജീവിക്കുന്ന വരികളുണ്ടല്ലോ, ആ വരികൾ തന്നെയാണ് സത്യത്തിൽ മാതൃഭൂമിയെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിരൂപണ സാഹിത്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ഇടപെടലുകളെക്കുറിച്ച് എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. MN വിജയനെക്കുറിച്ച് ഏതർത്ഥത്തിലും എഴുതാൻ സർവദാ യോഗ്യനാണ് കൽപ്പറ്റയുടെ ലേഖനം ആഴമുള്ളതും ഹൃദയസ്പർശിയുമാണ്. അതേസമയം സുനിൽ P ഇളയിടം എഴുതിയ ലേഖനം പതിവ് ഒരു ലേഖനം മാത്രമാണ്. കാരണം നമ്മൾ നല്ല വീടുകൾ കെട്ടുമ്പോൾ ആ വീടിന് കണ്ണുപെടാതിരിക്കാൻ നമ്മൾ നോക്കുകുത്തി വയ്ക്കുമല്ലോ, അതുപോലുള്ള ഒരു പരിപാടിയായിപ്പോയി കൽപ്പറ്റ നാരായണൻ്റെ ലേഖനത്തോടൊപ്പം, അതുപോലെ മകൾ VS സുജാതയുടെ ലേഖനത്തോടൊപ്പം കണ്ണുപെടാതിരിക്കാൻ സുനിൽ P ഇളയിടത്തിൻ്റെ ലേഖനവും ഉൾപ്പെടുത്തി. കാരണം സുനിൽ ഇളയിടത്തിനെ പോലുള്ള ആളുകൾക്ക് ഒരിക്കലും പ്രൊഫസർ MN വിജയൻ്റെ സാഹിത്യത്തെക്കുറിച്ചോ സാമൂഹിക ദർശനത്തെക്കുറിച്ചോ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെക്കുറിച്ചോ ഒന്നും പറയാനുള്ള പ്രായമോ പ്രാഗൽഭ്യമോ ആയിട്ടില്ല എന്ന് മലയാള വായനക്കാർക്കെല്ലാം അറിയാം. പക്ഷെ മാതൃഭൂമി എന്തുകൊണ്ടത് ചെയ്തു എന്ന് മാതൃഭൂമിയുടെ പത്രാധിപന്മാർ തന്നെ വിലയിരുത്തട്ടെ, നാം വിലയിരുത്തേണ്ട കാര്യമില്ല. MN വിജയൻ്റെ ലോകം എന്നാണ് കൽപ്പറ്റ നാരായണൻ മാഷയുടെ ലേഖനത്തിൻ്റെ ടൈറ്റിൽ. ധിഷണയുടെ ചൂടും വെളിച്ചവും എന്നാണ് മകൾ VS സുജാതയുടെ ലേഖനം. ഇതിനു പുറമെ കഴിഞ്ഞ 2 ലക്കങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ബെന്യാമിൻ്റെ മൽബറി നോവൽ, നിരക്ഷരരുടെ നവകേരളം, ഭാഷാ നഷ്ടവും പരിഷത്തിനോടുള്ള സമരങ്ങളും രാജൻ ചെറുകാടിൻ്റെ ലേഖനം, ഭൂതവും വർത്തമാനവും ഉബൈദ് സിദ്ദിഖിയിൽ നിന്ന് ബൈഡൻ പഠിക്കേണ്ടത്, രാമേന്ദ്ര ഗുഹ, കഥ മെയ്റ പെയ്ബി, ജോൺ സാമുവൽ, കവിത ദിലീപ് ചിത്രയുടെ 2 കവിതകൾ, മൊഴിമാറ്റമാണ് 2 കവിതകൾ, ജീവിതമെഴുത്ത്, ഒന്നുണ്ടോ കേൾക്കണം നാട്ടുകാരെ, താഹാമാടായി, പിന്നെ ഇന്ദ്രധനുസ്, മറ്റ് സ്ഥിരം പങ്ക്തികൾ. അതാണ് മാതൃഭൂമിയുടെ വാക്കിൻ കൂടി പരാമർശിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങേയറ്റം വേദനയോടെയാണ് ഞങ്ങൾ ഈ ലക്കം പൂർത്തിയാക്കുന്നത്. ഒറ്റ രാത്രിയിൽ കെട്ടുപോയ ജീവിതങ്ങൾ, ഇല്ലാതായ ഗ്രാമങ്ങൾ, പാതി പൊട്ടി വിറങ്ങലിച്ചു നിൽക്കുന്ന പള്ളിക്കൂടം. നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലുതും ഭയാനകവുമായ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. ഓർക്കണം, പശ്ചിമഘട്ടത്തിൻ്റെ തീരെ ചെറിയ ഒരു കീറാണ് പൊട്ടിയത്. ആഴ്ചപ്പതിപ്പിൽ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് മാധവ് ഗാഡ്ഗിൽ എല്ലാ അധ്യായങ്ങളിലും ആവർത്തിച്ചത് ആ മലനിരകളുടെ അപകട സാധ്യതയെക്കുറിച്ചാണ്. താൻ പറഞ്ഞതിനെ, എഴുതിയതിനെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനിച്ച് മലയോര ജനതയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ചിലരെന്ന് ആ ജ്ഞാനി പറയുമായിരുന്നു. മലയോര മനുഷ്യരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള വഴികളാണ് താൻ പറഞ്ഞത്. ആ സ്വത്ത് കവരാൻ ആഗ്രഹിക്കുന്നവർക്ക്
അതിഷ്ടമായില്ല എന്നും ഗാഡ്ഗിൽ പറഞ്ഞതോർക്കുന്നു. വലിയ മനുഷ്യരുടെ വാക്കുകൾ വരും കാലത്തേക്ക് കൂടിയാണ്.